നമസ്കാരം. കഴിയുന്നതും ഒരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക. നോക്കൂ, ഒരു കോഴിയാണെങ്കിലും ആടാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഒരു ഉറുമ്പാണെങ്കിൽ പോലും അതിനെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ അതിന് വേദനിക്കും, അല്ലേ? അപ്പോൾ ആ വേദന അതിൻ്റെ ഉള്ളിലുള്ള ആ ആത്മാവ് അല്ലെങ്കിൽ ദൈവാംശം അത് പരമേശ്വരനിലേക്ക്, അതായത് പരമാത്മാവിലേക്ക് എത്തിക്കും, ദൈവത്തിലേക്ക് എത്തിക്കും. എന്തിനാണത്? എന്തായാലും ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിനെ ആരെങ്കിലും ഉപദ്രവിച്ചു എന്നിരിക്കട്ടെ, അമ്മയെയോ അച്ഛനെയോ മകളെയോ മകനെയോ ഒക്കെ ദേഹോദരം ചെയ്യുകയാണെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളോട് ക്ഷമിച്ചു എന്നിരിക്കും, അവരുടെ മനസ്സ്. പക്ഷേ ആത്മാവ്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആത്മാവ്, ദൈവാംശം അത് കാണുകയാണ്. അത് ഒരു ഇൻടാഞ്ചിബിൾ ഒരു ലിങ്കിലോട് കൂടി, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു ലിങ്കിലേക്ക് കൂടെ ദൈവത്തിൻ്റെ അടുത്ത് പോവുകയും ആ ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്കറിയാമല്ലോ, പരമമായ ദൈവം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്, നമ്മുടെ സൗന്ദര്യത്തിലേക്കോ ശരീരത്തിലേക്കോ അല്ല. അതുകൊണ്ട് കഴിയുന്നതും ആരെയും ഉപദ്രവിക്കാതിരിക്കുക, കഴിയുന്നതും നല്ല ചിന്തയോടുകൂടി നല്ല മനസ്സോടുകൂടി ഇരിക്കുക. ഇനി നിങ്ങൾക്ക് ദേഷ്യം വരുന്നു എന്നിരിക്കട്ടെ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണെന്നിരിക്കട്ടെ, അത് ഒരു ശരിക്കും പറഞ്ഞാൽ ന്യൂറോസിൻ്റെ ഭാഗമാണ്. ദേഷ്യം വരിക എന്ന് പറയുന്നത് ഓരോരുത്തർ ഒരു ബിഹേവിയറാണ്, അല്ലേ? ആ ദേഷ്യം നിങ്ങളിൽ ചിലപ്പോൾ ഈ കൂടുതൽ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാക്കുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ അഡ്രിനാലിൻ പോലെയുള്ള ഹോർമോൺസ് ഉണ്ടാക്കുന്നത് കൊണ്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാകുകയും, സ്റ്റീറോയിഡ്സിൻ്റെ കാര്യം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവുകയും ആ സ്ട്രെസ് കാരണം നിങ്ങൾക്ക് ദേഷ്യം വരികയും ചെയ്യും. നോക്കൂ, നിങ്ങളൊരു ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ ദേഷ്യക്കാരിയാണെങ്കിൽ പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഉണ്ടാകുന്ന അപകടം നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാർ ഒന്നുകിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ടേഷന് പോവുക, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോവുക, അല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിച്ച് ചെറിയ രീതിയിൽ സൈക്കാട്രിക് മെഡിസിൻസ് കഴിക്കുക. അത് നിങ്ങളുടെ ബിഹേവിയർ കുറേയൊക്കെ കാമാക്കാനായിട്ട് സഹായിക്കും. ഇന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലേ, യാതൊരു ബന്ധവുമില്ല, അച്ഛനും അമ്മയും തമ്മിൽ ബന്ധമില്ല, മക്കൾ തമ്മിൽ ബന്ധമില്ല, അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ബന്ധമില്ല, സഹോദരങ്ങൾ തമ്മിൽ ബന്ധമില്ല. ആകെയുള്ളത് കുറേ ചാടി നടക്കുന്ന ന്യൂജൻ പീപ്പിൾ എന്ന് പറയുന്ന കുറേ ജനറേഷനിലുള്ള ആൾക്കാർ തമ്മിലാണ്. അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെയധികം പെരിഫറലാണ്. അതാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊന്നും അല്ലത്. ചങ്ക് എന്നൊക്കെ പറയുമെങ്കിലും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ചങ്കൊക്കെ പോവും. ആ ഒരു ലിമിറ്റ് വരേ ഉള്ളൂ. അതിനകത്ത് ഒരാളുടെ ജീവിതം ആ യങ് സ്റ്റേജിൽ നശിപ്പിച്ച് കളയരുത്. ഒരു പൂമൊട്ടിനെ നശിപ്പിച്ച് കളഞ്ഞാൽ അതൊരു സുഗന്ധം വിടർത്തേണ്ട ഒരു പൂവായി വിടരേണ്ടതല്ലേ? അപ്പോൾ ആ മുട്ടിലെ തന്നെ നമ്മൾ നശിപ്പിക്കണോ? വേണ്ട. നമ്മുടെ പെട്ടെന്നുള്ള ദേഷ്യം കയറി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പിന്നെ നമ്മൾ അനുഭവിക്കേണ്ട എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. ഈ ലോകത്ത് പരമമായ ഒരു ഇതുണ്ട്, ഒരു പവറുണ്ട്. ആ പരമമായ ശക്തിയെ എപ്പോഴും ആരാധിക്കുക. ഈ ദേവതകളും ഏഞ്ചൽസും ഒന്നും വെറുതെയല്ല, എല്ലാം ഉള്ളതാണ്. ഈ ലോകത്തിന് പ്രകൃതിക്കും ഒരു ശക്തി ഉള്ളതാണ്. ആ പ്രകൃതി ശക്തി, ആ യൂണിവേഴ്സ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അപ്പോൾ എല്ലാം എനിക്ക് ശരിയാവും, എല്ലാം എനിക്ക് നേരെയാവും. ഒന്നും നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക, എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഒരു സൗമ്യഭാവം വരട്ടെ. നിങ്ങൾ വെറുതെ മുഖം നോക്കൂ, ദുഃഖമാണ് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖഭാവം ഒന്ന് കണ്ണാടിയുടെ മുമ്പ് ഒന്ന് നോക്കൂ. മസിൽസ് എല്ലാം കൂടെ അങ്ങ് സ്ട്രെച്ച് ചെയ്ത് വല്ലാതിരിക്കും. അത് നിങ്ങളുടെ ഏജിങ് കൂടുതലാക്കാനായിട്ട് വളരെ ചെറുപ്പത്തിലേ തന്നെ നിങ്ങൾ ഒരു കിളവനോ ആയിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഇത് പറയുന്നത് കേൾക്കൂ. അല്പമൊക്കെ നമ്മൾ ഈ കുമിള പോലെയുള്ള ഈ ജീവിതത്തിൽ, ഒരു കുമിളയ്ക്ക് സമമാണല്ലോ മനുഷ്യ ജീവിതം. ദൈവം തന്ന ആയുസ്, ആ ഉള്ള ആയുസ് മറ്റുള്ളവർക്ക് കൂടെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോവുക. ഇനി നമുക്ക് ചുറ്റുമുള്ളവർ എല്ലാവരും നല്ലവരാവണമെന്നില്ല, കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അവരെ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുക. അതല്ലേ ചെയ്യേണ്ടത്. ഇല്ലാതെ നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടതുകൊണ്ടോ അവരോട് കൂടുതൽ എന്തെങ്കിലും കാണിച്ചതുകൊണ്ടോ ഒരു ഫലവുമില്ല. അതുപോലെ തന്നെ മാക്സിമം ഒരു ജീവിയെയും ഒറ്റ ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക. മാത്രമല്ല, നിങ്ങൾ കിളിക്കൂടുകളിൽ കിളികളെ നിങ്ങൾ കൊണ്ടുവന്ന് താമസിപ്പിക്കാറുണ്ട്. അത് ശരിയായ കാര്യമാണോ? നിങ്ങൾക്കൊരു ഭംഗിയായിരിക്കും ഈ ലവ് ബേർഡ്സും ഒക്കെ കാണാനായിട്ട്. പക്ഷേ ആ കിളികൾ ആഗ്രഹിക്കുന്നുണ്ടാകില്ലേ ആകാശം നോക്കി പറക്കാനായിട്ട്? അതുപോലെ തന്നെ അക്വേറിയത്തിലെ ഫിഷ്, ആ ഫിഷ് ആഗ്രഹിക്കുന്നില്ലേ അതിനെ കടലിലോ കായലിലോ താമസിക്കാനായിട്ട്? നമ്മളെ പിടിച്ചൊരു കാരാഗൃഹത്തിലിടുന്നതിന് തുല്യമല്ലേ? അതിനും മനസ്സുണ്ടാകില്ലേ, ആത്മാവുണ്ടാകില്ലേ? അതിന് എന്തിനാണ് നമ്മളിങ്ങനെ പൂട്ടിയിടുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കൂ.